നമസ്കാരം. രാവിലെ മനോരമ റിപ്പോർട്ട് ചെയ്യുക, കേരളത്തിലെ ആരോഗ്യ മേഖലയല്ല ഇപ്പോൾ വലിയ നേട്ടമാണെന്നൊക്കെ ഇന്നലകളിൽ ഈ നാട്ടിൽ ഭരിച്ചവർ ചെയ്തതിൻ്റെ മുകളിൽ കയറിയിരുന്ന് ചില കണ്ണിൽ പൊടിയിടൽ പരിപാടിയൊക്കെ നടത്തിയിട്ട് ആരോഗ്യമന്ത്രി പറഞ്ഞു നടക്കുമ്പോൾ റിയാലിറ്റി എന്താണെന്ന് മനോരമ ഇപ്പോൾ കാട്ടിത്തരുന്നുണ്ട്. കുമളി താലൂക്ക് ആശുപത്രിയിൽ നിന്നാണ്. രാവിലെ ഒ പിയിൽ പകർച്ചവ്യാധിയുടെ കാലമാണ്. അങ്ങനെ ജനങ്ങൾ ചെന്ന സന്ദർഭത്തിൽ ഒ പി ടിക്കറ്റ് കൊടുക്കേണ്ട ആൾ കല്യാണത്തിന് പോയിരിക്കുകയാണത്രേ. ഇതേ നോക്കി. ഒ പി കൗണ്ടർ ബന്ധാക്കിയിട്ട് ഇപ്പോൾ 1 മണിക്കൂറായി. 2 മണി വരെയാണ് ടൈം ഉള്ളത്. 12 മണിയാകുമ്പോൾ പറഞ്ഞാൽ ഒ പി ടിക്കറ്റ് കൊടുക്കുന്ന ആൾക്കാരെടുത്ത് ബന്ധാക്കിയിട്ട് പോയി. ഇത്രയും ആൾക്കാരെ എന്താ പറയുന്നത്, ഇത്രയും ആൾക്കാർ ഇവിടെ ഒരു മാക്സിമം ഒരു 19 പേഷ്യൻ്റ് ഇവിടെ കിടക്കുക. അതിൻ്റെ അകത്തും ആൾ കിടക്കുക. ഡോക്ടർ ഒന്നേ ഉള്ളൂ. പേഷ്യൻറ്റിനെ നോക്കാൻ ഡോക്ടറല്ലേ ഇവിടെ. ടോക്കൺ കൊടുക്കുന്ന ആൾ നേരത്തെ പോയി കല്യാണത്തിന്. ഈ കുഞ്ഞുങ്ങളെയും പിടിച്ചുകൊണ്ട് ഇടയ്ക്ക് പോകാൻ അവരിനി ഡോക്ടർ എണ്ണം കൂടുതൽ വെക്കണം. ഇവിടെ എത്ര പേഷ്യന്റ് കിടക്കുക. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റാതെ കൊണ്ടാണ്. ഇതാണ് ഹോസ്പിറ്റലിന്റെ ടൈമിംഗ് ലിസ്റ്റ്. ഇപ്പൊ സമയം 12:30. നിങ്ങളല്ലേ ചെയ്യേണ്ടത്. ഞങ്ങൾ പേഷ്യന്റ് അല്ല ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യണ്ടേ? അല്ല, കുഴപ്പമില്ല. നമ്മ ചാനലിൽ കൊടുക്കുക. ഇതിപ്പോൾ നമ്മ ചാനലിൽ അറിയിക്കുക. കുഴപ്പമില്ല. അതിൻ്റെ ഉള്ളെടുത്ത് ആളില്ല, ആരില്ല അതിൻ്റെ ഉള്ളിൽ. ഒരു ഡോക്ടറെ കൗണ്ടർ ആളില്ലാതെ കിടക്കുന്നു. എത്ര സിസ്റ്റർമാർ ഇന്ന് ഡ്യൂട്ടിയുള്ള? രണ്ടെണ്ണം ഉള്ളത്. അത് അടപ്പെടും. എവിടെയെല്ലാം ഇല്ല മേഡം. അല്ല, ഇതെല്ലാം ഞങ്ങൾ കംപ്ലൈന്റ് കൊടുത്തോളൂ. കുഴപ്പമില്ല. നിങ്ങൾ കംപ്ലൈന്റ് കൊടുത്തോളൂ. കുഴപ്പമില്ല. അങ്ങനത്തെ ഉടായ്പ കളി നിർത്തി തരാൻ പാടില്ല. ഇതിൻ്റെ ഉള്ളിൽ ഡോക്ടർ ഒരേ ഡോക്ടർ ഒന്നേ ഉള്ളൂ. പേഷ്യന്റ് കുറെ കിടക്കുന്നു. ഒ പി കൊടുക്കുന്ന മാഡം കല്യാണത്തിന് വേണ്ടി ലീവാക്കി പോയി കിടക്കുക. ഒരു ബെഡിൽ 2 പേര് കിടക്കുന്നുണ്ട്. ഡോക്ടർ മരുന്ന് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ മരുന്ന് കൊടുക്കാൻ ഹോസ്പിറ്റലില്ല. പ്രൈവറ്റ് മെഡിക്കലിനെ ആശ്രയിക്കേണ്ടി വരുന്നുണ്ട്. ഫുള്ള് മരുന്ന് എഴുതി കൊടുത്താൽ മരുന്ന് ഇവിടെ കിട്ടാറുമില്ല. കേരളത്തിലെ ജനം ആഗ്രഹിച്ചിരുന്നത് ഇങ്ങനത്തെ ഒരു സിസ്റ്റമാണല്ലോ. ഇപ്പോൾ എല്ലായിടത്തും പൊളിച്ചെഴുതി കോൺഗ്രസ് അനുഭാവമുള്ള സംഘടനയിലുള്ളവരെയാണ് പലയിടങ്ങളിലും കീ പോസ്റ്റുകളിൽ കൊണ്ടുവന്നിരുത്തിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും നമ്മുടെ സർക്കാർ ഭരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇനി ഇങ്ങനെയൊക്കെ തന്നെ കാര്യങ്ങൾ വേണമെന്നുള്ളത് സഹിച്ചാൽ മതി എന്ന മനോഭാവത്തിലേക്ക് ഉദ്യോഗസ്ഥരും മാറുകയാണ്. കാര്യം ക്യാമറകൾക്ക് മുന്നിലുള്ള അഭിനയങ്ങൾ മാത്രം മതിയല്ലോ. നാട്ടുകാർ അവരുടെ സങ്കടം ഇങ്ങനെ ക്യാമറകളിലൂടെയെങ്കിലും എടുത്ത് നാട്ടുകാർ അറിയട്ടെ. അവിടെ ഒരു ചാനലുകളും വരാൻ പോകുന്നില്ല. അങ്ങനെയാണ് അവിടെ കാത്തിരുന്നത്. കഴിഞ്ഞ ദിവസം സംഭവിച്ച കാര്യമാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്ന ദൃശ്യം. സാധാരണക്കാരൻ ഏറ്റവും ആശ്രയിക്കുന്ന ഇടങ്ങളിൽ കോൺഗ്രസ് മനോഭാവമുള്ളവരെ ഇരുത്തിക്കഴിഞ്ഞാൽ അവർക്ക് ജനങ്ങളുടെ വികാരമോ ജനങ്ങളുടെ അവസ്ഥയല്ല പ്രശ്നം, അവരവരുടേതായ കാര്യങ്ങൾ. അത് മുകൾ തട്ട് മുതൽ താഴെ തട്ട് വരെ ഏത് രീതിയിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുന്നു എന്നതിൻ്റെ കാഴ്ചയാണ് പലയിടങ്ങളിൽ നിന്നും കാണാൻ പറ്റുന്നത്. അതിൻ്റെ ഒരു ചെറിയ വേർഷനാണ് കേരളത്തിലെ ആരോഗ്യ മേഖലകളെല്ലാം ഇപ്പോൾ 70 ദിവസം കൊണ്ട് എന്തോ നമ്മുടെ കരുണാകരന്റെ മോനായിട്ടുള്ള മുരളീധരൻ കയറി ചെയ്തു എന്നാണ് പറയുന്നത്. ഇതുവരെ ഒരു ചുക്കും ചുണ്ണാമ്പും ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്നിരുന്നാലും ഡയലോഗ് കൊണ്ട് എന്തൊക്കെയോ നടത്തി എന്ന് അവകാശപ്പെടുമ്പോൾ താഴേക്കിടയിൽ എങ്ങനെയാണ് സിസ്റ്റം ഫെയിലിയർ ആയിക്കൊണ്ടിരിക്കുന്നത്, താറുമാറാകുന്നത്, ജനങ്ങൾ ആശ്രയിക്കുന്ന ഇടങ്ങളെ അവർക്ക് ഒരു ദുരിതപൂർണമായ ഇടങ്ങളാക്കി മാറ്റി നേരെ സ്വകാര്യ ആശുപത്രി മുതലാളിമാരിലേക്ക് ഈ പാവപ്പെട്ടവരുടെ പണം എത്തിക്കാൻ വേണ്ടി എങ്ങനെയാണ് ഒരു സിസ്റ്റത്തെ ഫെയിലിയർ ആക്കുന്നു എന്നതിൻ്റെ കാഴ്ചയാണ്. ഇന്നലകളിൽ ആശുപത്രി കെട്ടിടങ്ങൾ പോലും ഇല്ലാതിരുന്ന ഇടങ്ങളെ ഇന്നിപ്പോൾ പുതിയ കെട്ടിടങ്ങൾ കൊണ്ടുവന്ന് അവിടെ ജനങ്ങൾക്ക് പ്രാഥമികമായി ഓടിയെത്തിയാൽ വേണ്ട എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കിക്കൊണ്ട് അവരുടെ ജീവിതത്തിന് ഒരു സഹായകരമാകുന്ന ഇടങ്ങൾ, ആ ഇടങ്ങളെയൊക്കെയാണ് ഇങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ളതാണ്. അച്ഛൻ പഴയ മുഖ്യമന്ത്രി ആയിരുന്നത് കൊണ്ട് തന്നെ ഈ പാവങ്ങൾ എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം ഒരു പക്ഷേ ജനിച്ച് കണ്ണു തുറന്ന കാലഘട്ടം തൊട്ട് സ്വർണ്ണക്കരണ്ടിയുമായി ജനിച്ച മന്ത്രിക്ക് മനസ്സിലാകുന്നില്ലായിരിക്കാം. കാര്യം ഇന്നലകളിലൊന്നും ഇങ്ങനെ സാധാരണക്കാരൻ്റെ പ്രശ്നം പൊതുസമൂഹത്തിലേക്ക് വരാൻ സംവിധാനങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തോന്നും പോലെ പ്രവർത്തിക്കാമായിരുന്നു. പക്ഷേ ഇന്നുകളിൽ ജനം കൂടുതൽ ബോധവാന്മാരാകുമ്പോൾ അവർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ പുതിയ ഡിജിറ്റൽ കാലഘട്ടത്തിൽ സമൂഹത്തോട് പറയുകയാണ്, ഞങ്ങൾ ഇതാണിപ്പോൾ ഇവിടെ നേരിടുന്ന അവസ്ഥയെന്ന്. ആരാലും കുത്തിത്തിരിപ്പുണ്ടാക്കുന്നതല്ല, ദൃശ്യങ്ങൾ തന്നെ സമൂഹത്തോട് സത്യം സംസാരിക്കുമ്പോൾ നിങ്ങൾ ആരെയാണ് വാക്ചാതുര്യത കൊണ്ട് പറ്റിക്കാൻ ശ്രമിക്കുന്നത്?
റിയാലിറ്റി ഇതാണ്. ഇതിന് പരിഹാരമാണ് വേണ്ടത്. കഴിഞ്ഞ 70 ദിവസങ്ങൾക്കിടയിൽ താറുമാറാകുന്ന പല കാഴ്ചകളും പലയിടങ്ങളിൽ നിന്ന് പുറത്തു വരുമ്പോൾ നിങ്ങൾ നിസ്സംഗഭാവത്തിൽ നാട്ടിലെ ക്ഷേത്രങ്ങളിൽ പോയി തുലാഭാരം നടത്തി എന്ന് കരുതിക്കൊണ്ട് ഒരു മനുഷ്യൻ്റെയും പ്രശ്നങ്ങൾ തീരില്ല എന്ന് മാത്രമാണ് ഇതൊക്കെ കാട്ടിക്കൊണ്ട് മന്ത്രിയെ ഓർമ്മിപ്പിക്കാനുള്ളത്.